എല്ലാവർക്കും അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ചെറിയൊരു സന്ദേശം തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞുവല്ലോ. ഈ മയക്കുമരുന്ന് നമ്മുടെ കുടുംബത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളത് നമ്മളിന്ന് എന്നും ന്യൂസുകളിൽ കേൾക്കുന്നുണ്ടല്ലോ. ഒരുപാട് ഇന്നിപ്പോൾ എന്ന് ന്യൂസ് തുറന്നാലും എന്ന് TV തുറന്നാലും ഇതേ കേൾക്കാനുള്ളൂ. സ്വന്തം മകൻ അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ പാരൻസിനെ കൊല്ലുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവർ സുബോധത്തോടെ അല്ല എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ആകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞിരിക്കുന്നു, അല്ലേ? എനിക്ക് മനസ്സിലായത്, ഞാനിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞു. കുറേ കാര്യങ്ങൾ കുറേ കാലഘട്ടത്തിൽ കൂടെ കുറേ രാജ്യങ്ങളിൽ കൂടെയൊക്കെ ഞാൻ കടന്നുപോയി. എല്ലാത്തിലും പ്രധാനമായിട്ട് ബേസിക്കായിട്ട് വേണ്ടത് നമ്മൾ മക്കൾക്ക് സ്നേഹം കൊടുക്കണം. സ്നേഹം എന്ന് പറഞ്ഞാൽ പലതരമുണ്ട്. അവർ ചോദിക്കുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതല്ല സ്നേഹം. അവർക്കിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതല്ല സ്നേഹം. അതൊക്കെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം ആണെങ്കിലും ഏറ്റവും ബേസിക്കായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ മനസ്സിലാക്കി സ്നേഹിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ കരുതി അവർക്ക് ഇഷ്ടമാണെന്ന് കരുതി നമ്മൾ കൊടുക്കുന്നതും പറയുന്നതും ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാണെന്നില്ല. എല്ലാത്തിനും അവർ പ്രതികരിച്ചൊന്നും വരുന്നില്ല. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സ് തുറക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹം നമ്മൾ അവർക്ക് കൊടുക്കണം. പാരൻസ് മക്കളുടെ ഫ്രണ്ട്സ് ആവണം എന്ന് ഞാൻ പറയുന്നതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഒരു ഫ്രണ്ടിനോട് പറയാൻ പറ്റുന്ന പോലെ പാരൻസിനോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യ ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇന്നത്തെ ദിവസത്തിൽ നിങ്ങളുടെ ഒരു ചിന്ത കൊടുക്കേണ്ടത്, എങ്ങനെ നമ്മൾക്ക് കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തോടെ പാരൻസിനോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കും. എങ്ങനെ ഏറ്റവും സ്നേഹത്തോടെ, സ്നേഹമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുട്ടികൾക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്നേഹം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുട്ടികളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. സംസാരിക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവർ പറയുന്നത് കേൾക്കാനുള്ള സമയം. എപ്പോഴും നമ്മൾ കുട്ടികളോട് പറയുന്നത് അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ് എന്ന് ആണല്ലോ. പക്ഷേ എന്താണ് നമ്മൾ ചെയ്യാൻ അവരാഗ്രഹിക്കുന്നതെന്ന് നമ്മളെപ്പോഴും അറിഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോൾ ആലോചിക്കും, ഞാൻ ഇപ്പോൾ ഈ പ്രായത്തിലാണ്, ഈ പ്രായത്തിൽ കുട്ടികൾ ഉണ്ടാവില്ലല്ലോ, പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഈ ചിന്താഗതികളൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും അവരെ സ്നേഹമെന്നുള്ളത് അവരാഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിച്ച് വളർത്താമായിരുന്നു ഞാൻ ഓർക്കും. അപ്പോൾ എൻ്റെ കുറേ വർഷങ്ങളിൽ കൂടെ കടന്നുപോയ അനുഭവത്തും വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ പണ്ടത്തെ കുട്ടികളെ പോലെ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ. ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കരുതലും സ്നേഹവും എന്നുള്ളത് അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ഫ്രീഡം കൊടുത്ത് തന്നെ. അപ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ അടുത്ത എൻ്റെ എപ്പിസോഡിൽ വിശദമായിട്ട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അവരെ ശ്രവിക്കണം, അവർ പറയുന്നത് മനസ്സിലാക്കണം, അവരെ മനസ്സിലാക്കി അവരെ സ്നേഹിക്കണം. മനസ്സിലാക്കി സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ കുട്ടികളെ നമ്മൾ നിരന്തരം ശ്രദ്ധിക്കണം. അവരിപ്പോൾ കമ്പ്യൂട്ടറിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ചെറുപ്പത്തിൽ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നോക്കണം കേട്ടോ. പ്രകടമായി എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവരെ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മളവർക്ക് കൂടുതൽ കരുതലും സ്നേഹവും കൊടുത്ത് അവരെ നമ്മളുടെ അടുത്തേക്ക് ആകർഷിക്കണം. കുട്ടികളും മയക്കുമരുന്നും ബാക്കി കൂട്ടുകാരിലേക്കും അവർ ആകർഷിക്കപ്പെടുന്ന ഒരു സമയമാണ്. എങ്ങനെ വീട്ടിൽ നിന്ന് മോചനം കിട്ടാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അങ്ങനെയല്ല, എൻ്റെ വീട്, എനിക്ക് എങ്ങനെയും വീട്ടിലെത്തണം എന്നൊരാഗ്രഹം അവർക്കുണ്ടാകുന്ന രീതിയിൽ നമ്മളവരെ മനസ്സിലാക്കി കരുതൽ കൊടുത്ത്, സ്നേഹം എന്ന് പറയുന്നത് ഒരു കരുതലാണ്, കെയറാണ്. കരുണയോടെ മക്കളെ സമീപിക്കണം.
അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാത്രമേ ഈ മയക്കുമരുന്ന് എന്നുള്ള ഈ കരാള ഹസ്തത്തിൽ നിന്ന് മക്കളെ രക്ഷിക്കാനുള്ള ഏറ്റവും അത്യാവശ്യമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത് അവനവൻ്റെ കുടുംബത്തിൽ അവനവൻ്റെ കുഞ്ഞുങ്ങളെ. നമ്മളാകുമ്പോൾ നമ്മുടെ കുട്ടികളെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. പക്ഷെ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എന്തുമാത്രം കുട്ടികളെ ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ആ ശ്രദ്ധയുടെ അളവ് കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക, സ്നേഹത്തോടെ അവരെ കരുതുക, സ്നേഹത്തോടെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. അവരുടെ ഉള്ളിലുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അവരെ കേൾക്കണം. അവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്ഥിതി നമുക്കുണ്ടാവണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ പറയുന്നത് ക്ഷമയോടെ നമ്മൾ കേൾക്കണം. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ചെറിയൊരു ചിന്താശകലവുമായി അടുത്ത ദിവസം ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.